നമ്മൾ ഇന്നലെ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയത് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എങ്ങനെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു വന്നു. അതിന് രണ്ട് മാർഗ്ഗങ്ങളാണ് അവർ സ്വീകരിച്ചത്. ഒന്ന് വാറുകൾ വഴി, ഒന്ന് ലോസ്, നിയമപ്രകാരം. അത് സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ട്. അതിൽ ഇന്നലെ നമ്മൾ നോക്കിയത് കർണാട്ടിക് വാർസ് ആണ്. 3 കർണാട്ടിക് വാറുകളും അതിൻ്റെ ട്രീറ്റിയും അതിൻ്റെ കഥയും ഇന്നലെ നമ്മൾ കവർ ചെയ്ത്. ഇന്ന് നമുക്ക് ബംഗാൾ കോൺക്വസ്റ്റ് എന്താണെന്ന് പഠിക്കാം. എന്തിനാണ് അവർ ബംഗാൾ കോൺക്വസ്റ്റ് ചെയ്തത്? ബംഗാൾ കോൺക്വസ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ വൈ ബംഗാൾ, എന്തുകൊണ്ട് ബംഗാൾ എന്നുള്ളൊരു ചോദ്യം വരും. ബംഗാളിനെ ചൂസ് ചെയ്യാൻ കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടുകളിൽ ഏകദേശം 60% ഇമ്പോർട്ട്സും ബംഗാളിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഈ പറയുന്ന റൈസ്, പെപ്പർ, ഷുഗർ, സിൽക്ക്, കോട്ടൺ ടെക്സ്റ്റൈൽസ് മുതലായവ ബംഗാളിൽ നിന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ബംഗാളിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കാം. ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒഡീഷ, ഇവിടെ ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ഇവിടെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ ആൻഡ് അസം. ഇത്രയും സംസ്ഥാനങ്ങളും ഈ ബംഗ്ലാദേശ് രാജ്യവും കൂടെ ചേരുന്നതാണ് ബംഗാൾ പ്രസിഡൻസി ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് നടക്കുന്ന സമയത്ത് റഫായിട്ട് ഈ ഒരു ഏരിയ ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം പഠിക്കാൻ നേരത്ത്. അതുപോലെ തന്നെ ഒരു സ്കെച്ചോടെ വരച്ച് നമുക്ക് മൊത്തം ഇങ്ങനെ ഒരു ഏരിയ ആക്കി എടുത്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കൽക്കട്ട എന്ന് പറയുന്നത്. മറ്റേത് നാട്ടുരാജ്യത്തെ പോലെയും മുഗൾസ് ഉണ്ടായിരുന്ന സമയത്ത്, മുഗൾസിൻ്റെ പ്രതാപകാലത്ത് അവർ മുഗൾസിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. ഈ മുഗൾസിൻ്റെ ഡിക്ലൈനോടുകൂടി ബംഗാൾ ഒരു നാട്ടുരാജ്യം, സ്വതന്ത്രമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായി മാറി. അങ്ങനെയുള്ള സ്വന്തമായ നാട്ടുരാജ്യത്തിൻ്റെ ആദ്യത്തെ നവാബായിരുന്നു അലിവർദി ഖാൻ. അലിവർദി ഖാൻ സ്വതന്ത്രമായിട്ടുള്ള നവാബായിരുന്നു. പക്ഷേ എന്നാൽ 1756 ആയപ്പോഴത്തേക്ക് അലിവർദി ഖാൻ മരിച്ചുപോയി. ഇദ്ദേഹം മരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്നത് സിറാജ് ഉദ്ദൗളയായിരുന്നു. മുഗൾസിൻ്റെ ഡിക്ലൈനോടെ വളരെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്ക് കൽക്കട്ടയിൽ ലഭിക്കുകയും ഈ സ്വാതന്ത്ര്യം തീരെ ഇഷ്ടപ്പെടാതിരുന്ന സിറാജ് ഉദ്ദൗള ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷിനെതിരെ എടുക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൽക്കട്ടയിലുണ്ടായിരുന്ന കാസിം ബസാർ സിറാജ് ഉദ്ദൗള ആക്രമിക്കാൻ തീരുമാനിക്കുകയും അവിടുന്ന് 146 പട്ടാളക്കാരെ പിടികൂടുകയും അതിനകത്ത് 123 പേര് മരിക്കാനിടയായ ഒരു സംഭവത്തിന് കാരണമായി. ഈ 146 പേരെ വായുസഞ്ചാരമില്ലാത്ത ഒരു ഇരുട്ട് മുറിയിൽ അടച്ച് നമ്മുടെ സിറാജ് ഉദ്ദൗള കൊന്നുകളയാണ്. ഈ സംഭവത്തിന് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഹോൾ ട്രാജഡി ഏത് സംഭവമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബംഗാളുമായിട്ട് ബന്ധവും സിറാജ് ഉദ്ദൗള ആണ് ഇതിന് കാരണക്കാരനായിട്ടുള്ള ആൾ. ഇത്രയും പട്ടാളക്കാരുടെ ഒരു നാശത്തിന് കാരണമായി ഭവിച്ച സംഭവത്തെ ബ്രിട്ടീഷുകാർ വെറുതെ കാണില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണം ഉണ്ടായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് 2 പേര് എങ്ങോട്ട് കൽക്കട്ടയിലേക്ക് പുറപ്പെടുകയാണ്. കരമാർഗം നമ്മുടെ റോബർട്ട് ക്ലൈവും, അതുപോലെ കടൽ മാർഗം അഡ്മിറൽ വാട്സൺ. ഇവര് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പോരാൻ തീരുമാനിച്ചു. അങ്ങനെ 1757 കൽക്കട്ട ക്ലൈവ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അതിബുദ്ധിമാനായിരുന്ന ക്ലൈവ് സിറാജ് ഉദ്ദൗളയുടെ കൂടെ ഒരു മിലിറ്ററി ചീഫായ മിർ ജാഫർ ഉണ്ടെന്ന് കണ്ട് അദ്ദേഹത്തെ സ്വാധീനിക്കുകയും മിർ ജാഫറിനെ കൂടെ നിർത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. അങ്ങനെ സിറാജ് ഉദ്ദൗളയായിട്ടുള്ള ഒരു യുദ്ധത്തിൽ മിർ ജാഫർ സിറാജ് ഉദ്ദൗളയെ ചതിക്കാമെന്നും അതിനുശേഷം മിർ ജാഫറിന് ഭരണം നൽകാമെന്നും ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ്. റോബർട്ട് ക്ലൈവ് മിർ ജാഫറിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും ചെയ്തു. സോ ജൂൺ 23 1757 ഒരു പ്രധാനപ്പെട്ട യുദ്ധം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നായ ജൂൺ 23 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നമ്മുടെ മിർ ജാഫർ
സിറാജുദ്ദൗളെ ചതിക്കുകയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജുദ്ദൗളെ വധിക്കുകയും ചെയ്തു. അങ്ങനെ സിറാജുദ്ദൗളയുടെ ചാപ്റ്റർ ബാറ്റിൽ ഓഫ് പ്ലാസിയോടെ കഴിയുകയാണ്. ഇതിന് ശേഷം മിർ ജാഫർ ബ്രിട്ടീഷിൻ്റെ ഒരു പപ്പറ്റായി മാറി. ബ്രിട്ടീഷിൻ്റെ ഒരു പപ്പറ്റായി മാറിയതോടെ മിർ ജാഫറിന് ഒരു റിബലായി മാറാനുള്ള തോന്നലുണ്ടായി, ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു. അപ്പോൾ നമുക്കൊരു ഡയഗ്രത്തിലൂടെ അത് മനസ്സിലാക്കാം. മിർ ജാഫർ, അതിനുശേഷം ഇനി വരാൻ പോകുന്ന ആള് മിർ കാസിം. മിർ കാസിം ബ്രിട്ടീഷുകാരുടെ അടുത്ത പപ്പറ്റായി മാറുകയാണ്. അപ്പം മിർ കാസിം ബംഗാളിൽ അവരുടെ പപ്പറ്റായി മാറി. ഇതേ സമയം മിർ കാസിം ഉള്ളപ്പോൾ അവധിൽ നമ്മുടെ ഷുജാ ഉദ്ദൗള ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷാ ആലം ടു ഉണ്ടായിരുന്നു. ഷുജാ ഉദ്ദൗള അവധിലും ഷാ ആലം ടു മുഗളുമായിരുന്നു. ഇതിനുശേഷം മിർ കാസിം ഒരു റിബലായി മാറി. അതുകൊണ്ട് നമ്മുടെ മിർ ജാഫറിനെ വീണ്ടും ബ്രിട്ടീഷുകാർ അവിടുത്തെ നവാബായിട്ട് തീരുമാനിച്ചു. പുള്ളി ഒരു ലൂപ്പിൽ പിന്നെയും നവാബാക്കപ്പെട്ടു. ഈ സമയത്ത് ഈ 3 പേരും കൂടെ ഒരു ട്രൈപാർട്ടൈറ്റ് സംഘം രൂപീകരിച്ച് മിർ കാസിമും ഷുജാ ഉദ്ദൗളയും ഷാ ആലമും കൂടി നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ഈ ബാറ്റിൽ ഓഫ് ബക്സറിൽ ഇവർ പരാജയപ്പെടുകയാണ്. അവിടെ നമ്മുടെ റോബർട്ട് ക്ലൈവിൻ്റെ സംഘം വിജയിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് വിജയമായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സർ. ഈ ബാറ്റിൽ ഓഫ് ബക്സർ എൻഡ് ചെയ്യുന്ന 1765 അലഹബാദ് ട്രീറ്റിയിലൂടെയാണ്. ഈ അലഹബാദ് ട്രീറ്റിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ദിവാനി റൈറ്റ്സ് കിട്ടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ബാറ്റിൽ ഓഫ് ബക്സറിൻ്റെ അവസാനം ബ്രിട്ടീഷുകാർക്ക് ദിവാനി റൈറ്റ്സ്, അതായത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ലഭിക്കുകയാണ്. എവിടേക്കാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയ? ബംഗാൾ, ബീഹാർ, ഒഡീഷയിൽ. അതുപോലെ തന്നെ ഒരു ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കോൺക്വസ്റ്റിലെ ഇവൻറ്റ്സുകൾ നമ്മൾ പഠിച്ചിരിക്കുക. എന്തുകൊണ്ട് ബംഗാൾ തീരുമാനിച്ച്? ബംഗാളിൽ നിന്ന് ഏഷ്യയിൽ നിന്നുള്ള 60% ഇമ്പോർട്ട്, ഏകദേശം 60% ഇമ്പോർട്ടുകളും ബംഗാളിൽ നിന്നായിരുന്നു. റൈസ്, പെപ്പർ, ഷുഗർ, സിൽക്ക്, കോട്ടൺ, ടെക്സ്റ്റൈൽസ് എല്ലാം ബംഗാളിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ മുഗളിൻ്റെ ഡിക്ലൈനോടെ സ്വാതന്ത്ര്യമാക്കപ്പെട്ട ബംഗാളിലെ അൽവർദി ഖാൻ എന്ന് പറയുന്ന നവാബ് അന്തരിക്കുകയും അതോടെ സിറാജുദ്ദൗള കടുത്ത നടപടികൾ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നീങ്ങുകയും ബ്ലാക്ക് ഹോൾ ട്രാജഡി ഈ പറയുന്ന ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി. ബ്ലാക്ക് ഹോൾ ട്രാജഡിക്ക് ശേഷം നമ്മുടെ റോബർട്ട് ക്ലൈവും അഡ്മിറൽ വാട്സണും മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് കൽക്കട്ടയിലെത്തുകയും കൽക്കട്ട തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതിനുശേഷം മിർ ജാഫറിനെ റോബർട്ട് ക്ലൈവിൻ്റെ കൂടെ നിർത്തി സിറാജുദ്ദൗളയായിട്ട് ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവുകയും ആ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ സിറാജുദ്ദൗള മരണപ്പെടുകയും ചെയ്യുന്നു. അതോടെ ബ്രിട്ടീഷുകാർക്ക് വളരെ വലിയ സ്വാതന്ത്ര്യം ബംഗാളിൽ ലഭിക്കുകയും അതിനുശേഷം ഒരു പപ്പറ്റ് നവാബായ മിർ ജാഫറിനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. മിർ ജാഫറിന് ശേഷം മിർ ജാഫർ ഒരു റിബലായി മാറി. ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ മിർ കാസിമിനെ അവർ നവാബാക്കി. എന്നാൽ മിർ കാസിമും അധികം നാൾ അവരുടെ പപ്പറ്റായിട്ട് തുടർന്നില്ല. ഷുജാ ഉദ്ദൗളയും ഷാ ആലമിൻ്റെയും കൂടെ സഖ്യത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1764 ബാറ്റിൽ ഓഫ് ബക്സർ, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ഇത് എൻഡ് ചെയ്യുന്ന ട്രീറ്റി നമ്മുടെ 1765 അലഹബാദ് ട്രീറ്റി. ഈ അലഹബാദ് ട്രീറ്റിയിലൂടെ ബംഗാളിലെ ദിവാനി റൈറ്റ്സ്, അതായത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്ക് കിട്ടുവാണ്? ബംഗാളിന് കിട്ടുവാണ്. സോ ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് കോൺഗ്രസ് കഴിഞ്ഞ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന മൈസൂർ വാഴ്സാണ്. ബംഗാൾ കോൺഗ്രസ് കഴിഞ്ഞ് കർണാട്ടിക് വാഴ്സ് കഴിഞ്ഞ് അടുത്ത മൈസൂർ വാർ. 4 മൈസൂർ വാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. 4 യുദ്ധങ്ങൾ ഇംഗ്ലീഷുകാരും മൈസൂർ ഡൈനാസ്റ്റിയും തമ്മിൽ നടന്നു. അപ്പം മൈസൂർ വാഴ്സ്, ആംഗ്ലോ മൈസൂർ വാഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 2 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഹൈദർ അലി, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ. ഹൈദർ അലി ഫസ്റ്റ് കർണാട്ടിക് വാറിലും ഉണ്ടായിരുന്നു, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിലുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ പകുതിയോടെ ആയപ്പോഴത്തേക്ക് ഹൈദർ അലി മരണപ്പെടുകയും അതിൻ്റെ ബാക്കി സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറും
അതുപോലെ തന്നെ തേർഡും ഫോർത്തും എല്ലാം നയിച്ചത് ടിപ്പു സുൽത്താനായിരുന്നു. ഇനി ഏത് യുദ്ധം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ ചുറ്റുപാടുള്ള ജോഗ്രഫി ഒന്ന് നോക്കി വയ്ക്കാം. ഇന്ത്യയുടെ സൗത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു മൈസൂർ ഡൈനാസ്റ്റി. ഈ പറയുന്ന കർണാടക ഈ സൈഡിൽ, അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ മൈസൂർ ഡൈനാസ്റ്റി, ഇവിടെ ഹൈദരാബാദ്, പിന്നെ മറാത്താസ്. മൈസൂരിൻ്റെ താഴെയായിട്ട് നമ്മുടെ മലബാർ ഉണ്ടായിരുന്നു. ഇവിടെ കൊച്ചി, അതുപോലെ തന്നെ തിരുവിതാംകൂർ ഉണ്ടായിരുന്നു. ഈ മലബാറിൻ്റെ ഈ പ്രദേശങ്ങളെല്ലാം മൈസൂരിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഒന്നാം ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മൈസൂറുമായിട്ട് ബന്ധപ്പെട്ട്, മൈസൂരും മലബാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമായിരുന്നു. മലബാറിൻ്റെ ഭാഗങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെ ആവശ്യമുള്ള റീജിയൻ ആയിരുന്നു. എന്നാൽ മൈസൂരിൻ്റെ കൺട്രോൾ ഉള്ളതുകൊണ്ടും മൈസൂർ ഫ്രാൻസിനെ ഫേവർ ചെയ്തുകൊണ്ടും മലബാർ റീജിയൻസ് ഇംഗ്ലീഷിന് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവരൊരു റീസണിന് വേണ്ടി കാത്തിരുന്നതാണ്. സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ഹാപ്പൻസ്. അപ്പം ആദ്യത്തെ ഈ ആംഗ്ലോ മൈസൂർ വാറിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കർണാട്ടിക് റീജിയൻ. നമ്മൾ കർണാട്ടിക് ഭാഷ പഠിച്ചപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം പഠിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ച് നിൽക്കുകയായിരുന്നു. ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് അവിടുത്തെ റൂളറായിട്ട് തിരഞ്ഞെടുത്തത് മുഹമ്മദ് അലീനെ ആയിരുന്നു. നമ്മുടെ അൻവറുദ്ദീൻ ഖാൻ്റെ മകൻ മുഹമ്മദ് അലി, തിരുച്ചിറപ്പള്ളിയിലേക്ക് ഓടിപ്പോയ മുഹമ്മദ് അലി ആയിരുന്നു കർണാടകയിലെ റൂളർ. ഈ മുഹമ്മദ് അലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും മൈസൂരും ഹൈദരാബാദും ചേർന്ന് ഒരു സഖ്യം ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ റീസൺ അതാണ്. ഇവിടെ ആരൊക്കെയാണ് ഒരു ടീം? മൈസൂരും ഹൈദരാബാദും വേഴ്സസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് മുഹമ്മദ് അലി. ഈ സമയത്ത് എന്ത് സംഭവിച്ചു? തിരുവണ്ണാമല ബാറ്റിൽ സംഭവിച്ചു. ഇവർ തമ്മിലുള്ള ഈ യുദ്ധമാണ് തിരുവണ്ണാമല ബാറ്റിൽ. ഈ സമയത്ത് നമ്മുടെ ഹൈദരാലിനെ ബിട്രേ ചെയ്യുകയും ഹൈദരാലി തോക്കുകയും ചെയ്തു. ഹൈദരാലി ലോസ് ദ ബാറ്റിൽ. ഹൈദരാബാദിൻ്റെ ചതിക്ക് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ നമ്മുടെ ഹൈദരാലിക്ക് യുദ്ധം നോക്കേണ്ടതായിട്ട് വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ മുഹമ്മദ് അലിയും ജയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഈ ഒരു തോൽവിക്ക് ശേഷം ഹൈദരാലി പുറമോട്ട് മാറാതെ ഫൈറ്റ് ബാക്ക് ചെയ്യുകയും ഈ പറയുന്ന മദ്രാസിൻ്റെ ബോർഡർ വരെ ഹൈദരാലി പിടിച്ചെടുക്കുകയും അതിനുശേഷം ഒരു സമാധാന ഉടമ്പടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ഇതിലെ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഏറ്റവും പ്രധാന ട്രീറ്റി ആയിട്ടുള്ള 1769 മദ്രാസ് ട്രീറ്റി. സോ ഈ പറയുന്ന ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്ന വർഷം 1767 മുതൽ 69 വരെയാണ്. അതിൽ 69 ഹൈദരാലി മദ്രാസ് വരെ പിടിച്ചടക്കിയതിൻ്റെ ഭാഗമായി സമാധാന ട്രീറ്റി ഉണ്ടാകുകയും 1769 മദ്രാസ് ട്രീറ്റി ഉണ്ടാകുകയും ചെയ്തു. ഈ മദ്രാസ് ട്രീറ്റി പ്രകാരം ഉള്ള ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റുള്ള രാജ്യങ്ങൾ മൈസൂരിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രൊട്ടക്ഷൻ നൽകാനുള്ളൊരു ഉടമ്പടിയിലാണ് എത്തിച്ചേർന്നത്. ഇവിടുന്നാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഒരു കാരണമാവാനുള്ളൊരു സംഭവം. സോ 1780 മുതൽ 84 വരെയാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ഈ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിന് കാരണമായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മറാത്തകൾ മൈസൂരിനെ അറ്റാക്ക് ചെയ്ത് ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഓഫർ ചെയ്തിരുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. അതുപോലെ തന്നെ കർണാട്ടിക് വാസിൻ്റെ സമയത്ത് മൈസൂരിൻ്റെ പ്രധാനമായിട്ടുള്ള ആയുധ ശേഖരങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്ന മാഹി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറുകൾ ഉണ്ടാകുന്നത്. ഇത് കാരണം ഈ മാഹിയിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു ട്രേഡിൻ്റെ. ആ മാഹിയാണ് ഇപ്പം ആക്രമിച്ചിരിക്കുന്നത്. ഇത് കാരണം കർണാട്ടിക് നവാബിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ആർക്കോട്ട്, നമ്മൾ കർണാട്ടിക് വാർസ് പഠിക്കുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. ആ ആർക്കോട്ട് ഹൈദരാലി പോയി പിടിച്ചെടുക്കുകയാണ്. ഹൈദരാലി ആർക്കോട്ട് ക്യാപ്ചർ ചെയ്തു. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാഹി അറ്റാക്ക് ചെയ്തപ്പോൾ ഹൈദരാലി കർണാട്ടിക്കിലുണ്ടായിരുന്ന ആർക്കോട്ട് പിടിച്ചെടുക്കുകയാണ്. വളരെ വലിയൊരു പോരാളിയായിരുന്നു ഹൈദരാലി. അങ്ങനെ ഈ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ആരാന്ന് അറിഞ്ഞിരിക്കണം? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു.
നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ കൂടുതൽ UPSC ലെവൽ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണർ ജനറൽ എന്ന് ചോദിക്കും. അപ്പോൾ അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവം മൈസൂരിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 1782 ഹൈദരാലി മരിച്ചുപോയി. ഹൈദരാലി മരിച്ചതിന് ശേഷം ഈ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ എന്ത് ചെയ്ത്? ടിപ്പു സുൽത്താൻ അച്ഛനേക്കാളും വലിയൊരു പോരാളിയായിരുന്നു. മംഗലാപുരം കീഴ്പ്പെടുത്തി. അങ്ങനെ ഉണ്ടായതാണ് 1784 ട്രീറ്റി ഓഫ് മംഗലാപുരം. സോ ട്രീറ്റി ഓഫ് മംഗലാപുരമാണ് നമ്മുടെ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റി. അതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഈ മംഗലാപുരം ടിപ്പു സുൽത്താൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യത്തെ ട്രീറ്റിയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ അതേ സമയത്ത് ഗവർണർ ജനറലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. ഇതിന് ശേഷം നമുക്ക് തേർഡ് മൈസൂർ ബാറ്റിൽ പഠിക്കാം. തേർഡ് ആംഗ്ലോ മൈസൂർ ബാറ്റിൽ 1790 മുതൽ 92 സമയം വരെയാണ് നടക്കുന്നത്. ഈ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് കോൺവാലിസ് ആയിരുന്നു. സോ നമ്മൾ നേരത്തെ മാപ്പ് എടുത്ത് നോക്കാം വീണ്ടും. ഈ മാപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തേർഡ് കർണാട്ടിക് വാറിന് നമുക്ക് ഇങ്ങോട്ടും വീണ്ടും മാറ്റി വരയ്ക്കാം. ഇവിടെ മൈസൂറുണ്ട്. ഈ പറയുന്ന മൈസൂറിനെ മറാത്താസും ഹൈദരാബാദും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ 3 പേരും കൂടെ ചേർന്ന് മൈസൂറിനെ അറ്റാക്ക് ചെയ്യുകയാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൽ. സോ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഹൈദരാബാദിൻ്റെയും അതുപോലെ തന്നെ മറാത്തയുടെയും ഒരു ട്രൈ പാർട്ടേജ് സംഘം മൈസൂരിനെ ആക്രമിക്കുന്നതാണ് തേർഡ് മൈസൂർ വാർ. ഇവർ ആക്രമിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ തിരുവിതാംകൂറിനെ മൈസൂർ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ഈ തിരുവിതാംകൂറിലേക്ക് മൈസൂർ ആക്രമണത്തിന് വന്നപ്പോൾ മൈസൂർ നെടുങ്കോട്ടയം എന്ന് പറയുന്ന സ്ഥലം നെടുങ്കോട്ടയിൽ നിൽക്കുമ്പോൾ ആണ് ഇവർ ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. മറാത്തയും ഹൈദരാബാദും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടെ ചേർന്ന് ദിണ്ടിഗലൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ദിണ്ടിഗൽ, ബാംഗ്ലൂർ റീജിയൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഇവർ. അതിനുശേഷം ഈ പറയുന്ന മൈസൂരിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ശ്രീരംഗപട്ടണത്തിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ടിപ്പു സുൽത്താൻ ഒരു സമാധാന ഉടമ്പടിക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് തയ്യാറാവുന്നു. അങ്ങനെയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഹാപ്പനാകും 1792 സംഭവിക്കുന്നത്. ഇത് കാരണം നമ്മുടെ മൈസൂരിൻ്റെ കയ്യിൽ നിന്ന് മലബാർ, കൂർഗ്, ബാരമഹൽ പോലുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഈ പറയുന്ന 3 ആംഗ്ലോ മൈസൂർ വാറിൻ്റെ കാര്യങ്ങൾ. ഇനി പഠിക്കാനുള്ളത് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ഇനി ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറാണ്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന് കാരണമായുള്ള സംഭവം നമുക്ക് ആദ്യം നോക്കാം. സോ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ 1799. ഈ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. ലോർഡ് വെല്ലസ്ലിയുടെ വേറൊരു കാര്യം നമുക്കറിയാം. ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. 1798 പുള്ളി സബ്സിഡറി അലയൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന സമയമാണ്. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിട്ടുള്ള ലോർഡ് വെല്ലസ്ലിയുടെ സമയത്താണ് അടുത്ത ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ സംഭവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ കാണും. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെയും ചാർജ് ചെയ്ത് പോയി അടിയുണ്ടാക്കി പ്രശ്നത്തിലാക്കുന്ന ഒരു കൂട്ടുകാരൻ. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അതാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ ടിപ്പു സുൽത്താനും കൂടെ ചേർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ വീണ്ടും ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കർണാടകയിലെ ഇപ്പോഴുള്ള മാണ്ടി, അന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മലവല്ലി എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ സ്ഥലത്ത് വെച്ച് അവർ യുദ്ധം ഉണ്ടാവുകയാണ്. ബാറ്റിൽ അറ്റ് മാണ്ടി. ഇവിടെ വെല്ലസ്ലി ലീഡ് ചെയ്തിരുന്ന ആർമി നമ്മുടെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും ശ്രീരംഗപട്ടണം
പ്രധാനപ്പെട്ട മൈസൂരിൻ്റെ ക്യാപിറ്റലായിരുന്നു ശ്രീരംഗപട്ടണം. ബ്രിട്ടീഷ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്ത്. അതുപോലെ തന്നെ മെയ് 4, 1799 ടിപ്പു വാസ് കിൽഡ്. അങ്ങനെ മൈസൂരിൻ്റെ ഫുൾ കൺട്രോൾ ബ്രിട്ടൻ ഗെയിൻ ചെയ്തു. ഇതാണ് 4th ആംഗ്ലോ മൈസൂർ വാഴ്സ്. ഇതിൻ്റെ റീസൺ അനുസരിച്ച് നമ്മൾ ഓർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലിരിക്കും. ഓരോ വാറിൻ്റെ സമയത്തും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറലെയും കൂടെ എൻ്റെ ഒപ്പം പഠിച്ചു പോകാൻ നോക്കുക. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.